എല്ലാവർക്കും സുമേഷ് ഷർട്ട് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ പുതിയൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. വഴിയെ കാര്യങ്ങൾ പറയാം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെ കമ്മീഷൻ വർക്ക് കിട്ടുക, അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വരച്ചു കഴിഞ്ഞൊരു പിക്ചർ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു പേപ്പറിൽ വരച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ട്, അല്ലാതെ നമ്മൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മളൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ അതുവരെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുക. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആലത്തൂരിലൂടെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് പാലക്കാട് ആലത്തൂരിലാണ്. അപ്പം അങ്ങനെ നമ്മൾ ടൗണിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ളൊരു ഷോപ്പിലാണ് നമ്മൾ പോകുന്നത്. ഒരു ഇക്കാൻ്റെ ഷോപ്പാണ്. അപ്പം ഞാൻ നേരത്തെ വിളിച്ച് സംസാരിച്ച ആളിന്ന് വർക്കുണ്ട്, ഷോപ്പിലോട്ട് വരാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 വീഡിയോ ഞാൻ വരച്ച ഡ്രോയിങ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫ്രെയിം ചെയ്ത് നല്ല രീതിയിൽ നീറ്റായിട്ട് വേണം കൊടുക്കണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഫ്രെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്, നല്ല നീറ്റായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഒരു സൈഡ് ലെങ്ത് കൂടുതലാണ്, കട്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്രെയിം കിറ്റൊക്കെ മേടിച്ച് വീട്ടിൽ ചെയ്യാൻ സാധിക്കും, പക്ഷെ അത് അത്രത്തോളം നീറ്റായിട്ട് വരില്ല. അപ്പോൾ ആദ്യം ഈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് കുറച്ച് തവണ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യം നല്ല നമ്മളിപ്പോൾ ചെയ്ത പിക്ചർ വർക്ക് എന്ന് പറയുന്നത് A4 സൈസിലാണ്. അപ്പോൾ അതിന് പറ്റിയൊരു ഫ്രെയിം, ഞാൻ ബ്ലാക്ക് ഫ്രെയിമാണ് സെലക്ട് ചെയ്തത്. കസ്റ്റമറിനോട് വിളിച്ച് ചോദിച്ച് അവർ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫ്രെയിം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ ഇത്തിരി അധികം വരുന്ന പോർഷൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ചെയ്ത വർക്ക് അധികം അഴുക്കൊന്നും ആവാണ്ട് വളരെ നീറ്റായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഞാൻ സ്റ്റുഡിയോയിലൊക്കെ വിളിച്ച് ചോദിച്ചു, പക്ഷെ അവർ പുറത്താണ്. നമ്മൾ സാധാരണ ചിലവർ ഫ്രെയിം വർക്ക് ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിൽ കൊടുക്കും, അവരും ഇതേപോലെ പുറത്തു നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കമ്മീഷൻ കൂടി പിടിച്ച് നമുക്ക് കൂടുതലായിട്ട് പൈസ ചിലവാകും. അപ്പോൾ ഇങ്ങനെ ഫ്രെയിം വർക്ക് മാത്രമായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി പൈസ കുറവിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹം ഗ്ലാസ്സൊക്കെ വെച്ച് ഫ്രെയിമൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഒരു കട്ടി കുറഞ്ഞൊരു കാർഡ്ബോർഡ് ഷീറ്റാണ് ഇത്. ഫൈനലല്ല, ഇതിൻ്റെ പുറത്ത് ബാക്കിൽ വീണ്ടും അടുത്ത പ്രോസസ്സൊക്കെ വരുന്നുണ്ട്. അപ്പം കട്ടി കുറഞ്ഞൊരു ഷീറ്റ് വെച്ചിട്ട് ചെറിയ നെയിലടിച്ച് അതിന് സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത 2 വർക്ക് ഫ്രെയിം ചെയ്യാനാണ് വന്നത്. സ്ഥലം എന്ന് പറയുന്നത് ഒറ്റപ്പാലത്ത് നിന്ന് കിട്ടിയിട്ടുള്ളൊരു ഓർഡറാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ അവർക്ക് ഡെലിവറി കൊടുക്കാനായിട്ട്. ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കൊറിയർ അയക്കണം, അല്ലെങ്കിൽ നേരിട്ട് പോകണം.
പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന വർക്കായതുകൊണ്ട് തന്നെ വളരെ സ്പീഡിലാണ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഒരു ടൈം അരമണിക്കൂറിനുള്ളിൽ തന്നെ പുള്ളി 2 ഫ്രെയിമും ചെയ്തു തന്നു. ഇനി ഈ ഫ്രെയിം എന്ന് പറയുന്നത് ഫുള്ളായിട്ട് വുഡണിലുള്ളതല്ല, വുഡണും അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കും കൂടിയിട്ടുള്ള മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പക്ഷെ കാണാൻ നല്ല ഷൈനിങ് ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു ഫ്രെയിമാണ്. ലൈറ്റ് വെയ്റ്റാണ്. പിന്നെ ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ വീടുകളിൽ നെയിലടിക്കാതെ തന്നെ ഇത് ചുമരിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമുണ്ട്. അത് പക്ഷേ ഇവിടെ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ പുള്ളി ഒരു ലോക്ക് സിസ്റ്റമാണ്. അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 ടൈപ്പിലാണ് പുള്ളി ഇവിടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ 2 ഫോട്ടോയും നമുക്ക് വളരെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് പൊട്ടാത്ത രീതിയിൽ ഒന്ന് പാക്ക് ചെയ്ത് മേടിക്കണം. അവരവിടെ കൊണ്ടുപോയി വീണ്ടും അഴിച്ചു പാക്ക് ചെയ്യുമെന്നാണ്. അപ്പോൾ മറ്റേ പൊട്ടാതെ കറക്റ്റായിട്ട് വെച്ചോണ്ടിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഒറ്റപ്പാലൊക്കെയാണ്. നീ അടിയിൽ വേറെ എന്തെങ്കിലും നിൽക്കുന്നത്? 2 സൈഡ് വേറെ ഒന്നും വെക്കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഓൺ എന്ന് പറഞ്ഞാൽ എനേബിളാക്കുക. വീഡിയോ പകുതിയാകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.